ബ്രില്യൻസ് അക്കാഡമിയുടെ വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഇവിടെ നോക്കാൻ പോകുന്നത് NAS പൊളിറ്റിക്കൽ സയൻസിലെ 8ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഇന്ത്യൻ ഫെഡറൽ സിസ്റ്റം എന്ന ചാപ്റ്റർ ആണ്. ഓക്കെ, ശ്രദ്ധിക്കുക. ഇതിൽ മെയിൻ ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് ഫെഡറൽ സിസ്റ്റം, അതുപോലെ തന്നെ ഇന്ത്യൻ ഫെഡറൽ സിസ്റ്റത്തിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, ഇന്ത്യയിലെ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ, ഈ 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമുക്ക് ഇതിൽ നോക്കാനുള്ളത്. അപ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കുക. ഒരു ഫെഡറൽ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഫെഡറൽ സിസ്റ്റത്തിൽ എന്താണ്, കേന്ദ്ര ഗവൺമെന്റിനും സംസ്ഥാന ഗവൺമെന്റിനും ഇടയിൽ അധികാരങ്ങൾ വിഭജനം ചെയ്യപ്പെട്ടിട്ടുണ്ടാകും. അപ്പോൾ ഫോർ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ലോകത്ത് 2 തരത്തിലുള്ള സംവിധാനങ്ങളാണുള്ളത്. ഒന്ന് യൂണിറ്ററി സിസ്റ്റമാണ്, ഒന്ന് ഫെഡറൽ സിസ്റ്റമാണ്. ഒരു യൂണിറ്ററി സംവിധാനത്തിൽ എല്ലാ അധികാരങ്ങളും കേന്ദ്ര ഗവൺമെന്റിൽ നിക്ഷിപ്തമായിരിക്കും. എന്നാൽ ഒരു ഫെഡറൽ സിസ്റ്റം ആണെങ്കിൽ അവിടെ എന്തുണ്ടാവും, ഡിവിഷൻ ഓഫ് പവർ ഉണ്ടാവും, അധികാരം വിഭജനം ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. ഇതിൽ നമ്മുടെ ഇന്ത്യൻ ഫെഡറൽ സിസ്റ്റം എന്ന് പറയുന്നത് രണ്ടിൻ്റെയും കൂടി ഒരു കോമ്പിനേഷനാണ്. കുറേ യൂണിറ്ററി ഫീച്ചറും നമ്മളെ ഈ ഒരു സംവിധാനത്തിനുണ്ട്, അതുപോലെ തന്നെ ഫെഡറൽ ഫീച്ചേഴ്സും ഉണ്ട്. ഇനി ഒരു കോമ്പിനേഷൻ ആയതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഫെഡറൽ സിസ്റ്റം ക്വാസി ഫെഡറൽ സിസ്റ്റം എന്നാണ് അറിയപ്പെടുന്നത്. എന്താണ് ക്വാസി ഫെഡറൽ എന്ന് പറഞ്ഞാൽ? അർദ്ധ ഫെഡറലിസം. കാരണം യൂണിറ്ററിയുടെ കുറേ ഫീച്ചേഴ്സും ഉണ്ട്, ഫെഡറലിന്റെ കുറേ ഫീച്ചേഴ്സും ഉണ്ട്. ഇത് രണ്ടും കൂടി മിക്സ്ഡ് ആയിട്ടുള്ള എന്താണ്, ഒരു ക്വാസി ഫെഡറൽ സിസ്റ്റമാണ് ഇന്ത്യ ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്ത്യയിൽ 2 തലത്തിലുള്ള ഗവൺമെന്റുകളുണ്ട്. കേന്ദ്ര ഗവൺമെന്റും ഉണ്ട്, അതുപോലെ തന്നെ സംസ്ഥാന ഗവൺമെന്റും ഉണ്ട്. അതുപോലെ തന്നെ ഇവർക്ക് 2 പേർക്കിടയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, അധികാരം കൃത്യമായി വിഭജനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതിനു വേണ്ടി ഇന്ത്യൻ ഭരണഘടനയിൽ 3 ലിസ്റ്റുകളാണ് പ്രധാനമായിട്ടും നിലനിൽക്കുന്നത്. ഒന്നാമത്തെ ലിസ്റ്റ് എന്ന് പറയുന്നത് യൂണിയൻ ലിസ്റ്റ് ആണ്. ഈ യൂണിയൻ ലിസ്റ്റിൽ എന്തൊക്കെ വിഷയങ്ങളുണ്ടോ ഇതിൽ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യാനുള്ള അധികാരം യൂണിയൻ ഗവൺമെന്റിനായിരിക്കും. എന്നാൽ 2ാമത്തെ ലിസ്റ്റാണ് സ്റ്റേറ്റ് ലിസ്റ്റ് എന്ന് പറയുന്നത്. ഈ ലിസ്റ്റിൽ എന്തൊക്കെ വിഷയങ്ങളുണ്ടോ ഇതിലൊക്കെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് സംസ്ഥാന ഗവൺമെന്റ് ആയിരിക്കും. ഇത് കൂടാതെ ഒരു ലിസ്റ്റ് കൂടിയുണ്ട്, കൺകറന്റ് ലിസ്റ്റ് എന്ന് പറയും. അതായത് കേന്ദ്ര ഗവൺമെന്റിനും സംസ്ഥാന ഗവൺമെന്റിനും ഒരുപോലെ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്ന വിഷയങ്ങളായിരിക്കും കൺകറന്റ് ലിസ്റ്റിൽ ഉണ്ടായിരിക്കുക. അപ്പൊ അതുകൊണ്ട് ഓർത്ത് വെക്കുക, നമ്മൾ ഇന്ത്യൻ ഫെഡറൽ സിസ്റ്റം പ്രകാരം എന്താണ്, കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും അധികാരങ്ങൾ വിഭജനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, ഇതിൽ മെയിൻ ആയിട്ട് നമുക്ക് നോക്കാനുള്ളത് ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ ഫെഡറലിസം ആണ്. അതായത് ഇന്ത്യൻ ഫെഡറലിസത്തിന്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്തൊക്കെയാണ്. അപ്പൊ അതിൽ ഒന്നാമത്തെ ഫെഡറൽ സവിശേഷത എന്ന് പറയുന്നത് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. അതായത് ഒരു ഫെഡറൽ രാജ്യമാണെങ്കിൽ ആ രാജ്യത്തിൽ എഴുതപ്പെട്ട ഭരണഘടന ഉണ്ടായിരിക്കും. അറിയാമല്ലോ, നമുക്കും എന്തുണ്ട്, സ്വന്തമായി എഴുതപ്പെട്ട ഒരു ഭരണഘടനയുണ്ട്. അതാണ് ഇന്ത്യൻ ഫെഡറലിസത്തിന്റെ ഒന്നാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത്. ഇനി 2ാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത് റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ. ആ എഴുതപ്പെട്ട ഭരണഘടന എങ്ങനെയുള്ളതായിരിക്കണം, റിജിഡ് ആയിരിക്കണം. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ കഠിനമായിരിക്കണം. അതായത് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാൻ പാടില്ല, അതിലുള്ള നിയമങ്ങളൊന്നും മാറാൻ പാടില്ല. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്, റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന് വേറൊരു ടൈപ്പ് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, ഫ്ലെക്സിബിൾ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയും. അതായത് അയവുള്ള ഭരണഘടന. അതിൽ നിയമങ്ങൾ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, മാറ്റങ്ങൾ വരുത്താൻ പറ്റും. അതായത് ഭേദഗതിക്ക് വിധേയമാകുന്നതായിരിക്കും അയവുള്ള ഭരണഘടന എന്ന് പറയുന്നത്. എന്നാൽ റിജിഡ് എന്ന് പറയുന്നത് ഭേദഗതി ബുദ്ധിമുട്ടുള്ള ഭരണഘടനകളാണ് നമ്മൾ എന്ത് പറയുക, റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയാം. അപ്പൊ ഇന്ത്യൻ ഫെഡറൽ സിസ്റ്റത്തിന്റെ ഒരു ഫീച്ചറാണ് ഇത് റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഇനി 3ാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത് ഡിവിഷൻ ഓഫ് പവർ ആണ്. അതായത് അധികാര വിഭജനം. നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അതായത് ഇന്ത്യൻ ഭരണഘടന എന്ത് ചെയ്തിട്ടുണ്ട്, കേന്ദ്രത്തിനും സംസ്ഥാനത്തിനുമുള്ള അധികാരങ്ങളെ കൃത്യമായി വിഭജിച്ച് നൽകിയിട്ടുണ്ട്. ഇതിനു വേണ്ടി 3 ലിസ്റ്റുകളുണ്ട്. ഏതൊക്കെയായിരുന്നു, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ് ആൻഡ് കൺകറന്റ് ലിസ്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഫൈനൽ ഫീച്ചർ എന്ന് പറയുന്നത് സുപ്രീമസി ഓഫ് ജുഡീഷ്യറി. അതായത് ഇന്ത്യയിലെ നീതിന്യായ വിഭാഗം എന്ന് പറയുന്നത് വളരെ സുപ്രീമാണ്, പരമോന്നതമാണ്. അതുപോലെ തന്നെ എന്താണ്, എക്സിക്യൂട്ടീവിൽ നിന്നും ലെജിസ്ലേച്ചറിൽ നിന്നും വളരെ ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് നമ്മുടെ ഇന്ത്യയിലെ നീതിന്യായ വ്യവസ്ഥിതി പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഒരു ഫെഡറൽ രാജ്യമാണെങ്കിൽ ആ രാജ്യത്തിൽ എന്തുണ്ടായിരിക്കും, സുപ്രീമസി ഓഫ് ജുഡീഷ്യറി ഉണ്ടായിരിക്കും. അതുപോലെ നമ്മുടെ ഇന്ത്യക്കും എന്തുണ്ട്, സുപ്രീമസി ഓഫ് ജുഡീഷ്യറി ഉണ്ട്. അതായത് നീതിന്യായത്തിന്റെ തീരുമാനം എന്ന് പറയുന്നത് പരമോന്നതമാണ്. അതിന്റെ മുകളിൽ വേറെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഓക്കെ, ഈ 4 ഫീച്ചർ മെയിൻ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഓർത്ത് വെക്കാം. ഇതിന് ശേഷം നമുക്ക് നോക്കാനുള്ള കാര്യം എന്ന് പറയുന്നത് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ കുറിച്ചാണ്. അതായത് നമ്മുടെ ഇന്ത്യയിലെ കേന്ദ്ര ഗവൺമെന്റും അതുപോലെ തന്നെ സംസ്ഥാന ഗവൺമെന്റും തമ്മിൽ എങ്ങനെയാണ് റിലേഷൻ ഉള്ളതെന്ന് ഓർത്ത് വെക്കുക. ഇന്ത്യ ഈസ് എ ഫെഡറൽ സ്റ്റേറ്റ് ബട്ട് വിത്ത് യൂണിറ്ററി ഫീച്ചർ. ദ റിലേഷൻ ബിറ്റ്വീൻ ദ സെൻട്രൽ ആൻഡ് ദ സ്റ്റേറ്റ് എന്യൂമറേറ്റഡ് ഇൻ പാർട്ട് 11 and 12 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്, ഇന്ത്യൻ ഫെഡറൽ സിസ്റ്റം എന്ന് പറയുന്നത് എങ്ങനെയാണ്, യൂണിറ്ററി ഫീച്ചർ ഉള്ള ഒരു ഫെഡറൽ സംവിധാനമാണ് ഇന്ത്യ ഫോളോ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഒരു കാര്യം കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള ബന്ധങ്ങളെ കുറിച്ച് വിശദീകരിക്കുന്നത് എവിടെയാണ്, ഇന്ത്യൻ ഭരണഘടനയുടെ 11, 12 ഭാഗങ്ങളിലാണ്. അപ്പൊ ആ ഭാഗങ്ങളിലാണ് എന്തിനെ കുറിച്ച് പറയുന്നത്, കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ കുറിച്ച് പറയുന്നത്. അതിൽ തന്നെ പ്രധാനമായും പറയുന്നത് 3 തരത്തിലുള്ള റിലേഷനാണ് കേന്ദ്രവും അതുപോലെ തന്നെ സംസ്ഥാനങ്ങളും തമ്മിലുള്ളതെന്നാണ്.
അതിൽ ഒന്നാമത്തെ റിലേഷനാണ് ഏത്? ലെജിസ്ലേറ്റീവ് റിലേഷൻ എന്ന് പറയുന്നത്. അതായത് നിയമനിർമ്മാണപരമായിട്ട് കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ എന്ത് റിലേഷനാണ് നിലനിൽക്കുന്നത്, അതാണ് എന്ത്? ലെജിസ്ലേറ്റീവ് റിലേഷൻ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ റിലേഷൻ എന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് റിലേഷൻ ആണ്, അല്ലെങ്കിൽ കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള ഭരണപരമായിട്ടുള്ള ബന്ധങ്ങൾ ഏതൊക്കെയാണെന്നാണ്. മൂന്നാമത്തെ ആൻഡ് ഫൈനൽ റിലേഷൻ എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ആണ്. അതായത് സാമ്പത്തികമായിട്ട് കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും തമ്മിൽ എന്ത് റിലേഷൻ ആണുള്ളത്. അപ്പോൾ ഓക്കെ, ശ്രദ്ധിക്കുക. അപ്പോൾ കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള ബന്ധങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓർക്ക് അതിന് എത്രയായിട്ട് തരംതിരിച്ചിട്ടുണ്ട്? 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ലെജിസ്ലേച്ചർ, അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ഫൈനൽ വൺ ഫിനാൻഷ്യൽ. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് ആദ്യം തന്നെ നോക്കുന്നത് ലെജിസ്ലേറ്റീവ് റിലേഷൻ ആണ്. അതായത് ലെജിസ്ലേറ്റീവ് റിലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിയമനിർമ്മാണപരമായിട്ടുള്ള ബന്ധങ്ങൾ എന്തൊക്കെയാണ്. അപ്പൊ ഇതിൽ മെയിൻ നമ്മൾ ഓർക്കേണ്ടത് നമ്മൾ ഫസ്റ്റ് പറഞ്ഞിട്ടുള്ള 3 ലിസ്റ്റുകളാണ്. അതായത് യൂണിയൻ ലിസ്റ്റിൽ എന്തൊക്കെ വിഷയങ്ങളുണ്ടോ ആ വിഷയങ്ങളിലൊക്കെ നിയമം നിർമ്മിക്കാനുള്ള അധികാരം കേന്ദ്ര ഗവൺമെന്റിനായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പൊ ക്ലിയർ ആക്കുക. ഒരു യൂണിയൻ ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു ലിസ്റ്റ് ഉണ്ട്. ആ ലിസ്റ്റിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതിലൊക്കെ നിയമം ഉണ്ടാക്കാനുള്ള അധികാരം ആർക്കായിരിക്കും? കേന്ദ്ര ഗവൺമെന്റിനായിരിക്കും. ഇനി രണ്ടാമത്തെ ലിസ്റ്റാണ് സ്റ്റേറ്റ് ലിസ്റ്റ് എന്ന് പറയുന്നത്. ഈ ലിസ്റ്റിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ ആ കാര്യങ്ങളിലൊക്കെ നിയമങ്ങൾ നിർമ്മിക്കാനുള്ള അധികാരം സംസ്ഥാന ഗവൺമെന്റിനായിരിക്കും ഉണ്ടായിരിക്കുക. ഈ മൂന്നാമതൊരു ലിസ്റ്റ് ഉണ്ട്. ഏതാണ്? കൺകറന്റ് ലിസ്റ്റ് എന്ന് പറയുന്ന ലിസ്റ്റാണ്. ആ ലിസ്റ്റിൽ എന്തൊക്കെ വിഷയങ്ങളുണ്ടോ അതിലൊക്കെ നിയമം നിർമ്മിക്കാനുള്ള അധികാരം കേന്ദ്ര ഗവൺമെന്റിനും സംസ്ഥാന ഗവൺമെന്റിനും ഉണ്ടായിരിക്കും. ഇതാണ് കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള നിയമനിർമ്മാണപരമായ ബന്ധങ്ങളിൽ പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ലെജിസ്ലേറ്റീവ് റിലേഷൻ ചോദിച്ചാൽ ആദ്യം ഓർമ്മയിൽ വരേണ്ടത് എന്താണ്? ഈ 3 ലിസ്റ്റുകളാണ്. ഈ രണ്ടാമത്തേതാണ് അഡ്മിനിസ്ട്രേറ്റീവ് റിലേഷൻ അഥവാ ഭരണപരമായിട്ടുള്ള ബന്ധങ്ങൾ. കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ എന്തൊക്കെയാണ് ഭരണപരമായിട്ടുള്ള ബന്ധങ്ങൾ എന്നാണ് നോക്കുന്നത്. അപ്പം അതിൽ മെയിൻ ആയിട്ട് ഓർത്ത് വെക്കുക, ഒരു കേന്ദ്രം, ആ കേന്ദ്രത്തിന്റെ എന്താ പറയുക എല്ലാവിധ ഭരണപരമായിട്ടുള്ള ബന്ധവും നിലനിർത്തുന്ന പ്രധാനപ്പെട്ട കണ്ണി എന്ന് പറയുന്നത് ഗവർണറാണ്. അതായത് ഒരു സംസ്ഥാനത്തിന്റെ ഹെഡ് എന്ന് പറയുന്നത് ആരാണ്? ഗവർണറാണ്. ഈ ഗവർണർ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നത് ആരാണ്? കേന്ദ്ര ഗവൺമെന്റ് ആണ്. അപ്പം യൂണിയൻ ഗവൺമെന്റ് അപ്പോയിന്റ്മെന്റ് ചെയ്യപ്പെടുന്ന ഒരാളാണ് എന്ത് ചെയ്യുന്നത്? സംസ്ഥാനത്തിന്റെ ഹെഡായി നിലകൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ സംസ്ഥാനത്തുള്ള കാര്യങ്ങളും അപ്പം റിപ്പോർട്ട് ചെയ്യുന്നത് ആരായിരിക്കും? ഗവർണറായിരിക്കും. അപ്പൊ കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് റിലേഷൻ നിലനിർത്തുന്നതിൽ പ്രധാനപ്പെട്ട കണ്ണി എന്ന് പറയുന്നത് ആരാണ്? റോൾ ഓഫ് ഗവർണർ ആണ്, അല്ലെങ്കിൽ ഗവർണറുടെ പങ്കാണ്. അപ്പൊ അഡ്മിനിസ്ട്രേറ്റീവ് റിലേഷനിൽ നമ്മൾ മെയിൻ ആയിട്ട് ഓർത്തു വെക്കേണ്ടത് എന്താണ്? ഗവർണറാണ്. ആ ഗവർണറുടെ പങ്ക് എന്താന്നുള്ള കാര്യത്തിനെ കുറിച്ചാണ് നമ്മൾ മെയിൻ ആയിട്ട് ഓർക്കേണ്ടത്. ഓക്കെ, ഇനി ഇതിൽ തന്നെ നമുക്ക് നോക്കാനുള്ളത് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ റിലേഷൻ ആണ്. അതായത് കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ എന്തൊക്കെയാണ് സാമ്പത്തികമായിട്ടുള്ള ബന്ധങ്ങൾ ഉള്ളതെന്നാണ്. ഇതിനും നമുക്ക് വേണ്ടത് എന്താണ്? നേരത്തെ പറഞ്ഞ ലിസ്റ്റുകൾ തന്നെയൊക്കെയാണ്. അപ്പോൾ അതിൽ മെയിനായിട്ട് നമുക്കറിയാം, ഒരു ഗവൺമെന്റിന്റെ, അതായത് കേന്ദ്ര ഗവൺമെന്റ് ആയിക്കോട്ടെ സംസ്ഥാന ഗവൺമെന്റ് ആയിക്കോട്ടെ, ഇവരുടെ പ്രധാനപ്പെട്ട വരുമാന മാർഗം എന്ന് പറയുന്നത് എന്താണ്? ടാക്സ് ആണ്. അപ്പം അതുപോലെ കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള എന്തുണ്ട്? വരുമാന മാർഗങ്ങൾ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ നൽകിയിട്ടുണ്ട്. അതിൽ ഈ ടാക്സ് എങ്ങനെയാണ് കളക്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ ഒരു ഫിനാൻഷ്യൽ റിലേഷൻ നിലനിൽക്കുന്നത്. ഓക്കെ, അപ്പം യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിൽ ടാക്സ് ലെവി ചെയ്യാനുള്ള, അതായത് നികുതി ചുമത്താനുള്ള അധികാരം ആർക്കായിരിക്കും? പാർലമെന്റിനായിരിക്കും, കേന്ദ്ര ഗവൺമെന്റിനായിരിക്കും ഉണ്ടായിരിക്കുക. ഓർത്തു വെക്കുക, യൂണിയൻ ലിസ്റ്റിൽ എന്തൊക്കെ വിഷയങ്ങളുണ്ടോ ആ വിഷയങ്ങളിൽ നികുതി ചുമത്തുവാനുള്ള അധികാരം ആർക്കാണ് ഉണ്ടായിരിക്കുക? കേന്ദ്ര ഗവൺമെന്റിന്, അതായത് പാർലമെന്റിനാണ് ഉണ്ടായിരിക്കുക. ഈ രണ്ടാമത്തെ ലിസ്റ്റാണ് സ്റ്റേറ്റ് ലിസ്റ്റ് എന്ന് പറയുന്നത്. സ്റ്റേറ്റ് ലിസ്റ്റിൽ എന്തൊക്കെ വിഷയങ്ങളുണ്ടോ അതിൽ നികുതി ചുമത്താനുള്ള അധികാരം സംസ്ഥാന ഗവൺമെന്റിനായിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, ഇനി നമുക്കറിയാം ഒരു ലിസ്റ്റും കൂടി ഉണ്ട്. എന്താണ്? കൺകറന്റ് ലിസ്റ്റ് എന്ന് പറയുന്നത്. അതെന്താണ്? ബോത്ത് കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും ഒരുപോലെ അധികാരങ്ങൾ വരുന്ന ലിസ്റ്റാണ് ഇത് കൺകറന്റ് ലിസ്റ്റ് എന്ന് പറയുന്നത്. ഈ ടാക്സിന്റെ കാര്യത്തിലും ഇവർക്ക് രണ്ടുപേർക്കും എന്താണ്? ഒരുപോലെയുള്ള അധികാരങ്ങളാണുള്ളത്. ഇതാണ് ഫിനാൻഷ്യൽ റിലേഷനിൽ നമ്മൾ മെയിൻ ആയിട്ട് ഓർത്തു വെക്കേണ്ടത്. അപ്പോൾ ചെറിയൊരു ചാപ്റ്റർ ആണ്. നമ്മൾ മെയിൻ ആയിട്ട് ഓർക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ഫെഡറൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്, അതുപോലെ ഇന്ത്യൻ ഫെഡറൽ സിസ്റ്റത്തിന്റെ ഫീച്ചർ എന്താണ്, ഈ ഫെഡറൽ സിസ്റ്റം പ്രകാരം എങ്ങനെയാണ് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും പ്രവർത്തിക്കുന്നത്, ഇവർ തമ്മിൽ എന്ത് റിലേഷൻ ആണ് ഉള്ളതെന്നാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പറയാനുള്ളത്. ഓക്കെ.